ഇതൊരു സാധാരണ വിശകലനമല്ല, ഒരു സ്ട്രാറ്റജിക് ബ്രീഫിംഗ് ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നയരൂപകർത്താക്കൾക്കും നിക്ഷേപകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു തന്ത്രപരമായ അവലോകനമാണ്. കേരളത്തിന്റെ വ്യാവസായിക ശക്തിയും സാധ്യതകളും അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ ഒരു നാടിന്റെ വ്യവസായ വളർച്ചയുടെ അടിത്തറ എന്താണ്? സംശയം വേണ്ട, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ തന്നെ. അതുകൊണ്ട് നമുക്ക് കേരളത്തിന്റെ ധാതുസമ്പത്തെന്ന അടിസ്ഥാനശിലയിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിന്റെ തീരദേശത്തേക്ക് വന്നാലേ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള ആ ഒരു ബെൽറ്റില്ലേ, അതാണ് നമ്മുടെ നിധി. ലോകപ്രശസ്തമാണ് ഈ ധാതുമണൽ നിക്ഷേപം. ഇതിൽ ഇൽമനൈറ്റ്, റുട്ടൈൽ, മോനസൈറ്റ്, സിർക്കോൺ, സിലിമനൈറ്റ് അങ്ങനെ ഒരുപാട് ധാതുക്കളുണ്ട്. ഇതിൽ ഏറ്റവും സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. ഒരു ആണവധാതു എന്ന നിലയിൽ ഈ ചവറ നിക്ഷേപത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, തീരത്തുനിന്ന് നമുക്കിനി ഉൾനാടുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ധാതുക്കൾക്ക് നല്ല വൈവിധ്യമുണ്ട്. സ്വർണം വേണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? നേരെ വയനാട് നിലമ്പൂർ റീജിയനിലേക്ക് വിട്ടോ. ഇനി വെസ്റ്റ് കോസ്റ്റിലേക്ക് വന്നാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, കാഞ്ഞങ്ങാട്, കുമ്പള ഭാഗങ്ങളിൽ ബോക്സൈറ്റ് നിക്ഷേപം കാണാം. കോഴിക്കോടും മലപ്പുറത്തും ഇരുമ്പയിരുണ്ട്. വേമ്പനാട്ട് കായലിനോട് ചേർന്നുള്ള ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിൽ നല്ല ക്വാളിറ്റിയുള്ള സിലിക്ക സാൻഡുണ്ട്. പിന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പല ജില്ലകളിലായി ഗ്രാഫൈറ്റ് നിക്ഷേപവും വ്യാപിച്ചു കിടക്കുന്നു. ധാതുക്കളുടെ കൂട്ടത്തിൽ കേരളത്തിന് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ് ചൈന ക്ലേ. വെറുതെ പറയുന്നതല്ല, വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണ് ഇവിടുത്തെ വെളുത്ത കളിമണ്ണിന്. ഇതിന്റെ ഏറ്റവും വലിയ നിക്ഷേപം എവിടെയാണെന്നറിയാമോ? കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ. ഇത് കേരളത്തിന്റെ മിനറൽ മാപ്പിലെ ഒരു പ്രധാന പോയിന്റാണ്. ഒരു വശത്ത് പ്രകൃതി വിഭവങ്ങൾ, ശരി. ഇനി മറുവശത്ത് എന്താണ്? ഈ വിഭവങ്ങളെയും കൃഷിയെയും ആശ്രയിച്ചു വളർന്നുവന്ന നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല് എന്നു തന്നെ പറയാം. നമുക്ക് ആ മേഖലയിലേക്ക് കടക്കാം. കയർ, കേരളത്തിന്റെ ഏറ്റവും പഴയ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ 1859 ആലപ്പുഴയിൽ ആദ്യത്തെ ഫാക്ടറി വന്നതോടെയാണ് ഒരു ആധുനിക വ്യവസായം എന്ന നിലയ്ക്ക് ഇതിന് തുടക്കമാകുന്നത്. പിന്നീട് 1954 കേന്ദ്ര സർക്കാർ കൊച്ചി ആസ്ഥാനമായി കയർ ബോർഡ് സ്ഥാപിച്ചു. 1969 സംസ്ഥാന സർക്കാർ കയർ കോർപ്പറേഷനും രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ 2010 കയർ വർഷമായി പ്രഖ്യാപിച്ചതും ഈ വ്യവസായത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കേട്ടോ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ്ണ നൂൽ. ഇതൊരു പരസ്യവാചകം മാത്രമല്ല അല്ലേ? കേരളത്തിന്റെ സംസ്കാരത്തിലും സമ്പദ്വ്യവസ്ഥയിലും കയർ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണിത്. കയർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കൈത്തറി. ഇതിന്റെ ഒരു ഘടനയുണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നോക്കൂ, ഈ മേഖലയുടെ ഏതാണ്ട് 98% നിയന്ത്രിക്കുന്നത് സഹകരണ സംഘങ്ങളാണ്. തൊഴിലാളികൾക്ക് കൂടുതൽ പങ്കാളിത്തമുള്ള ഈ ഒരു മോഡലാണ് കൈത്തറിയെ വ്യത്യസ്തമാക്കുന്നത്. കൈത്തറിയുടെ കാര്യത്തിൽ 2 ജില്ലകൾ തമ്മിൽ ഒരു കിടിലൻ കമ്പാരിസനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണിത്. നോക്കൂ, ഏറ്റവും കൂടുതൽ തരികൾ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ളത് കണ്ണൂരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ളതോ? അത് തിരുവനന്തപുരത്തും. ഈ വ്യത്യാസം ഓർത്തുവെക്കണം, കൺഫ്യൂഷൻ ആകരുത്. ഇനി നമുക്ക് ഓരോ ജില്ലയുടെയും പെർഫോമൻസ് ഒന്ന് നോക്കാം. ആരാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ പവർ ഹൗസുകൾ? വ്യാവസായിക ഉൽപ്പാദനത്തിലും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിലും ഓരോ ജില്ലയും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ടേബിൾ ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ മാപ്പ് നമുക്ക് തരും. നോക്കൂ, ധാതുക്കളിൽ നിന്നുള്ള വരുമാനത്തിൽ എറണാകുളമാണ് ടോപ്പ്. ചെറുകിട വ്യവസായങ്ങളുടെ എണ്ണത്തിലും എറണാകുളം തന്നെ. തൊട്ടുപിന്നിൽ തൃശൂരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യവസായ തൊഴിലാളികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊല്ലമാണ്. ഈ കണക്കുകളിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല വയനാടാണ്. അപ്പോൾ ഇവിടെ 2 ജില്ലകളുടെ ഒരു കഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എറണാകുളം ഒരു ഇൻഡസ്ട്രിയൽ ഇൻകം, ഒരു എന്റർപ്രൈസ് ഹബ്ബായി മാറുമ്പോൾ കൊല്ലം ഒരു എംപ്ലോയ്മെന്റ് ഹബ്ബായി മാറുന്നു. പ്രത്യേകിച്ച് കശുവണ്ടി വ്യവസായമാണ് കൊല്ലത്തിന്റെ ഈ ശക്തിക്ക് പിന്നിലുള്ള പ്രധാന കാരണം. ഇനി നമുക്ക് MSME, അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളിലേക്ക് വരാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ, അതായത് പുതിയ രജിസ്ട്രേഷനിൽ എറണാകുളം മുന്നിലുണ്ട്, ഇടുക്കിയാണ് ഏറ്റവും പിന്നിൽ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് പാലക്കാട് ജില്ലയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം എന്ന് കേട്ടാൽ ഓർക്കേണ്ടത് കശുവണ്ടിയാണ്. കേരളത്തിന്റെ കശുവണ്ടി വ്യവസായ കേന്ദ്രം എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് കൊല്ലമാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ നാണ്യം നേടിപ്പരുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഇനി കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥാപനമുണ്ട്. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഈ രംഗത്ത് ചുക്കാൻ പിടിക്കുന്ന ആ സ്ഥാപനത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം.
അതാണ് KSIDC, അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സിമ്പിളായി പറഞ്ഞാൽ കേരളത്തിലേക്ക് വ്യവസായങ്ങളെയും നിക്ഷേപങ്ങളെയും കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ പ്രധാന ഏജൻസി. 1961 KSIDC തുടങ്ങിയപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വലിയ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് കൊടുക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം. പക്ഷേ കാലം മാറിയപ്പോൾ KSIDCയും മാറി. ഇന്നവരുടെ ഫോക്കസ് എവിടെയാണെന്ന് നോക്കൂ. പുതിയ സംരംഭകരെ വളർത്തുക, സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുക. ഇത് ശരിക്കും കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ പോളിസിയിലുണ്ടായൊരു വലിയ ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതൊക്കെ ഒന്ന് ചുരുക്കിയാലോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത ശക്തികളായ കയറും കൈത്തറിയും, മറുവശത്ത് വലിയ തോതിൽ വിദേശ നാണയം കൊണ്ടുവരുന്ന കശുവണ്ടി വ്യവസായം, പിന്നെ പുതിയ കാലത്തിന്റെ പ്രതീക്ഷയായ MSMEകളും. ഈ 4 തൂണുകളിലാണ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പ് എന്ന് പറയാം. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ ധാതുസമ്പത്തുണ്ട്, ശക്തമായ പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, KSIDC പോലെ ദീർഘവീക്ഷണമുള്ള ഒരു സ്ഥാപനമുണ്ട്.